നിങ്ങൾ അറിയുമോ, ലോകത്തെ ഒരു ചലനവും അറിയാത്ത പരിഷ്കൃത രാജ്യങ്ങൾ ഇന്നുണ്ട്. പരിഷ്കൃത രാജ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന യുണൈറ്റഡ് നേഷൻസിലെ അംഗമായ ലോകത്തെ മറ്റു മനുഷ്യരുടെ കൂടെയെല്ലാം പ്രതിനിധികൾ ഇരിക്കുന്ന ചില രാജ്യങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയാമോ? തൊട്ടടുത്ത നാട്ടിൽ എന്ത് നടക്കുന്നു എന്ന് അറിയാനുള്ള അവകാശം പോലും അവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വിവരവുമില്ല, ഒരു വാർത്തയുമില്ല. എന്താണ് ലോകത്തിൻ്റെ ഗതി എന്ന് അവന് തിരിച്ചറിയാൻ കഴിയില്ല. ഇതെല്ലാം മനസ്സിലാക്കാൻ നൽകിയ പഞ്ചേന്ദ്രിയങ്ങളെ എല്ലാം ഭരണ സ്വേച്ഛാധിപത്യത്തിന് വേണ്ടി അതിന് വേലി കെട്ടി മുള്ളുവേലികൾ, വൈദ്യുതി വേലികൾ നിർമ്മിച്ചുകൊണ്ട് തടുത്തിരിക്കുകയാണ് മനുഷ്യൻ. മനുഷ്യൻ ഏത് കാലത്ത് തുടങ്ങിയതാണ്? പ്രാചീന ചൈനയിൽ അവിടെ വന്മതിൽ മഹാത്ഭുതങ്ങളിൽ എണ്ണുന്നു നാം. എന്തിനാണ്? മനുഷ്യനെ ഭിന്നിപ്പ് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ഭൗതിക പ്രതിബന്ധങ്ങളാണ്, തടസ്സങ്ങളാണ്. ഇവിടെ ഈ മതിലുകൾ ഇപ്പം നമ്മുടെ അത് എത്തി എവിടെ എത്തി നിൽക്കുന്നു എന്നറിയാമോ? നമ്മുടെ വീട്ടിൽ, നമ്മുടെ മുറ്റത്തു കൂടെ, അല്ലെങ്കിൽ നമ്മുടെ ഉടമസ്ഥതയിലുള്ള എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത്, വളരെ ചുരുങ്ങിയ സ്ഥലമാണ്, അവിടെയും കൂടി നമ്മുടെ സങ്കുചിത വീക്ഷണം പുറത്തുനിന്ന് ഒരാൾക്ക് കടക്കാൻ വയ്യാത്ത വിധം മുഴുവൻ മതിൽ കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ്. നടന്നു പോകുന്നവൻ്റെ അവകാശം ആ വഴി തടസ്സപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. അവന് കൊടുക്കുന്നില്ല. തൊട്ട അയൽവാസിക്ക് ഒരു വഴി കൊടുക്കാൻ പോലും മനുഷ്യൻ തയ്യാറാകുന്നില്ല. പുരോഗമനവാദിയാണ് പോലും, ആധുനിക ശാസ്ത്രത്തിൻ്റെ ആളുകളാണ് പോലും. ബന്ധനങ്ങൾ കൂടിക്കൂടി വരികയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ ഉലമാക്കളെ, ഉമറാക്കളെ, യുവാക്കളെ, സഹോദരി സഹോദരന്മാർ, വളരെ അനുഗ്രഹീതമായ ഒരു വിജ്ഞാന സദസ്സിലാണ് നാം ഇന്ന് കാലത്ത് മുതൽ പങ്കെടുക്കുന്നത്. ഇത്തരം സദസ്സുകൾ നാം ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ സംഘാടനവും ഇതിൻ്റെ പങ്കാളിത്തവുമെല്ലാം പുണ്യമാണ്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ സമയം ഭൗതികമായ നിലനിൽപ്പിന് വേണ്ടി ആവശ്യമായ പ്രവർത്തനങ്ങളിൽ നാം മുഴുകുകയാണ്. നാം അതിന് നിരന്തരമായി അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് സമയം നീങ്ങുകയാണ്. നാം ഓർക്കണം, നഷ്ടപ്പെട്ട ഒരു നിമിഷവും നമുക്ക് തിരിച്ചു കിട്ടുകയില്ല. ആ നിമിഷങ്ങൾ നാം ഉപയോഗപ്പെടുത്തുമ്പോൾ ഈ ഒരു ഓർമ്മ നമ്മിൽ ആർക്കും ഉണ്ടാകാറില്ല. ലാഭമാണ് ജീവിതം പലരും വിചാരിക്കുന്നത്. പക്ഷെ ജീവിതം ഏറ്റവും വിലയേറിയ അതിൻ്റെ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നിയന്ത്രണം നമ്മുടെ അരികെയല്ല. ഇവിടെ നാം എന്ത് വിചാരിച്ച് അത് നേടിയെടുക്കാനും എന്ത് ഉദ്ദേശത്തോടെ പ്രതിരോധിക്കാനും എല്ലാം ശ്രമങ്ങൾ നാം നടത്തുമ്പോഴും അതിൻ്റെ നിയന്ത്രണം നമ്മിലല്ല എന്ന തിരിച്ചറിവ് ഓരോ കാര്യത്തിലും നമുക്കുണ്ടാകും. നമ്മ ആരാകണം എന്ന് ദൈവികമായ നിർദ്ദേശങ്ങൾ കാലാകാലങ്ങളിലായി ഒന്നാമത്തെ മനുഷ്യൻ മുതൽക്ക് പ്രവാചക ദൗത്യങ്ങളിലൂടെ നമ്മെ സൃഷ്ടിച്ച നാഥൻ
നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് തലമുറ കൈമാറി ഇവിടെ എത്തി നിൽക്കുകയാണ്. ഒന്നാമത്തെ മനുഷ്യൻ മനുഷ്യനായാണ് സൃഷ്ടിക്കപ്പെട്ടത്. അത് മറ്റൊരു ജീവി പരിണമിച്ച് മനുഷ്യനായി മാറിയതല്ല. ഈ ആശയം ശാസ്ത്രവിരുദ്ധമാണ് എന്ന് ഇന്നത്തെ ആധുനിക ശാസ്ത്രവിജ്ഞാനമുള്ള ചിലരെങ്കിലും ധരിച്ചിട്ടുണ്ടാകും. പക്ഷെ ഒരാൾക്കും ശാസ്ത്രീയമായി ഒന്നാമത്തെ മനുഷ്യൻ്റെ ജനനത്തെക്കുറിച്ച് ശാസ്ത്രീയമായി തെളിയിക്കാൻ സാധ്യമല്ല. മനുഷ്യൻ ലോകത്ത് മനുഷ്യനായാണ് ജനിച്ചത്. അത് ഒരു വസ്തുതയാണ്. അത് അന്ധവിശ്വാസമല്ല, ശാസ്ത്രത്തിന് എതിരല്ല. ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതഅറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. വളരെ സത്യമായ ആശയമാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ്. പിന്നെ ലോകമെമ്പാടും കാണുന്ന ഈ തലമുറകൾ, വ്യത്യസ്ത സമൂഹങ്ങൾ, അവരെല്ലാം നിങ്ങളെ ഭൗതികമായ ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനാൽ സംവിധാനിക്കപ്പെട്ടതാണ്. നിങ്ങളിൽ മാന്യമായി ജീവിക്കുന്നവനാണ്. നിങ്ങളിൽ ഈ സൃഷ്ടാവിനെ സൂക്ഷ്മതയോടുകൂടെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അവനിൽ വിധേയത്വം അർപ്പിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മനുഷ്യനാണ് ആദരണീയനായി പരിഗണിക്കപ്പെടുന്നത്. ഞാൻ ഈ ആമുഖം പറയാനുള്ള കാരണം, മതം ശാസ്ത്രത്തിനെതിരാണ്, ശാസ്ത്രം മതത്തെ അതിജീവിക്കുകയാണ് എന്നൊക്കെ ആലങ്കാരികമായി പറയാറുണ്ട്. പക്ഷെ ലോകത്ത് ഒരു ശാസ്ത്രജ്ഞനും ഒന്നാമത്തെ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഒരു കാര്യകാരണ ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ബുദ്ധിക്ക് യോജിക്കുന്ന തരത്തിലുള്ള ഒരു സമർത്ഥനം ഉണ്ടായിട്ടില്ല. പരിണാമം എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുകയാണ്. പരിണാമം മറ്റൊരു ജീവിയിൽ നിന്നാണ് നാം പരിണമിക്കുന്നത്. ക്രമേണ ഒരു ജീവി മറ്റൊരു ജീവിയായി പരിണമിക്കുകയാണ്. അവിടെയും ഒരു ചോദ്യം, ആദ്യത്തെ ജീവി ആരാണ്? ഏതാണ് ആ ജീവി? ആ ജീവിക്ക് ജന്മം നൽകിയത് ആരാണ്? ഒന്നാമത്തെ മാറ്റം ഇവിടെ വാനരിൽ നിന്ന്, കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ മാറിയത് എന്ന് പറയും. എന്നാൽ കുരങ്ങോ? എത്ര പുരോഗമിച്ച ശാസ്ത്രീയമായ കണ്ടെത്തലുകളും കാഴ്ചപ്പാടുകളും നിഗമനങ്ങളും അവസാനം അനുമാനങ്ങളിലും സങ്കല്പങ്ങളിലും മാത്രം വഴിമുട്ടി നിൽക്കുകയാണ്. അതാണ് വസ്തുത. ക്ഷുഭിതരായിട്ട് കാര്യമില്ല. ഭൗതികമായ ന്യായീകരണങ്ങൾ മുഴുവൻ അവസാനം ഉത്തരം മുട്ടും. കുരങ്ങ് മനുഷ്യനായി മാറിയതാണ് എന്ന് പറയുന്നതിനേക്കാൾ എത്ര ബുദ്ധിക്ക് യോജിച്ചതാണ് ഒന്നാമത്തെ മനുഷ്യനെ മനുഷ്യനായി തന്നെയാണ് സൃഷ്ടിച്ചത്. സൃഷ്ടിക്കപ്പെട്ടത് അങ്ങനെയാണ്. ഈ ബനു ആദം വളരെ ആദരണീയനായ സൃഷ്ടിയാണ്. ഈ ആദരണീയനായ സൃഷ്ടി അങ്ങനെ തന്നെയാണ് ലോകത്ത് ജനിച്ചത്. നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമാണത്. ഈ പരിണാമം എന്ന് പറയുന്നത് ഒന്ന് മറ്റൊന്നായി മാറുകയാണ്. എന്നാൽ ആദ്യത്തെ ഒന്ന് ഏതാണ്? ആ ഒന്ന് സങ്കല്പിച്ച് എന്തെങ്കിലും അവ്യക്തമായ വിസ്ഫോടനങ്ങളിൽ അഭയം നേടുകയോ സങ്കല്പിച്ച് ഉത്തരം മുട്ടി നിൽക്കുകയോ ചെയ്യുന്നതിനേക്കാൾ എത്ര പവിത്രമാണ് ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ. ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ് തലമുറകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആ ഒന്നാമത്തെ മനുഷ്യനെ കളിമണ്ണ് കൊണ്ട് ദൈവം സൃഷ്ടിച്ചു, അള്ളാഹു സൃഷ്ടിച്ചു. അതിൽ ജീവൻ്റെ തുടിപ്പുകൾ, അമൂല്യമായ ജീവൻ്റെ തുടിപ്പുകൾ ദൈവീകമായി ലഭിച്ചു. നമുക്കൊരു സമാധാനമാണ്.
വേറെ ഈ ഒന്നാമത്തെ ജീവനെ സംബന്ധിച്ച് ആരാണ് തൃപ്തികരമായ ഒരു ശാസ്ത്രീയ മറുപടി പറഞ്ഞത്? ഈ തലമുറക്ക് പറഞ്ഞു കൊടുത്തത് ആരാണ്? ഇതെല്ലാം അവ്യക്തതയിലാണ് അവസാനിക്കുന്നത്. നിങ്ങൾക്കറിയാം, ലോകം കണ്ട ഉന്നതരായ ശാസ്ത്രജ്ഞന്മാർ, അവരിൽ മഹാഭൂരിപക്ഷവും ദൈവവിശ്വാസികളായി തന്നെ നിൽക്കുകയും മതദർശനങ്ങളെ ആദരിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഉണ്ടാകുന്ന ഘട്ടം ഘട്ടമായ ശാസ്ത്ര പുരോഗതിയിൽ അതിൻ്റെ തലപ്പത്ത് നിന്നുകൊണ്ട് അതിനെ നിയന്ത്രിച്ച നേതാക്കൾ ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് കാണാം. ആ ഒരു ദൈവവിശ്വാസമാണ് നമ്മെ നിയന്ത്രിക്കേണ്ടത്. അതിന് എന്ത് പേര് പറഞ്ഞാലും ശരി, നമ്മുടെ സൃഷ്ടാവ്, അതാണ് ഖാലിഖ് എന്ന് വിശേഷണത്തിൽ ഉള്ളത്. അവനാണെങ്കിലോ ലം യലിദ് വലം യൂലദ്, അവനെ അങ്ങനെ ജനിച്ചിട്ടോ അല്ലെങ്കിൽ ജനിപ്പിക്കപ്പെട്ടതായിട്ടോ ഇല്ല. അത് അള്ളാഹുവിൻ്റെ ഒന്നാമത്തെ സൃഷ്ടി മനുഷ്യനായി തന്നെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു പുതിയ സമൂഹം ഈ ലോകത്ത് കടന്നു വരികയാണ് ഉണ്ടായത്. നൂറ്റാണ്ടുകളായി മനുഷ്യൻ ഇങ്ങനെ തന്നെയാണ്. പിന്നെ മനുഷ്യന് പ്രകൃതിയിൽ നിലവിലുള്ള പല മാറ്റങ്ങളും നമ്മൾ വരുത്താറുണ്ട്. നമ്മൾ ശരീരത്തെ അങ്ങനെ തന്നെ വളരാൻ വിട്ടാൽ നമ്മുടെ രൂപം ഇതല്ല. ഒരു മൃഗത്തെയും നമ്മയും തിരിച്ചറിയുകയില്ല. അതിന് ചില സംസ്കരണങ്ങൾ മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയിൽ പ്രായോഗിക രൂപത്തിൽ, ജോലിക്ക് അടിസ്ഥാനത്തിൽ, കാലാവസ്ഥക്ക് അനുസൃതമായി എവിടെയാണോ ജീവിക്കുന്നത് ആ പ്രദേശത്തിൻ്റെ അതിൻ്റെ സ്വാധീനങ്ങൾക്കൊക്കെ വിധേയമായി അവൻ്റെ ബാഹ്യമായ രൂപഭാവങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ അവൻ്റെ ഹൃദയത്തിൽ, അവൻ്റെ ചിന്താശക്തിയിൽ, അവൻ്റെ തലച്ചോറിൽ, അവൻ്റെ ഭക്ഷണം ആവശ്യമായ രംഗത്ത്, അവൻ്റെ നിലനിൽപ്പിനെ ശ്വസിക്കേണ്ട ആവശ്യം, ഇതെല്ലാം എല്ലാ സ്ഥലത്തും ഒരുപോലെ നിൽക്കുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ ഒരു തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിനിടയിൽ നിൽക്കുക. അവിടെ അല്പം നിൽക്കണം. നീ നിന്നെ സംബന്ധിച്ചൊന്ന് ചിന്തിക്കണം. നീ ഇല്ലായ്മയിൽ നിന്ന് എങ്ങനെ ഉണ്ടായി? നിന്റെ വളർച്ചയിൽ ആരാണ് ഇതിന് രൂപവും ഭാവവും നൽകിയത്? ആരാണ് നിനക്ക് പ്രതീക്ഷിക്കാത്ത നിലക്ക് നിന്റെ ഭക്ഷണ സാധനങ്ങൾ നിനക്ക് ലഭിച്ചത്? ലോകത്ത് പട്ടിണിയുണ്ട്. ഇപ്പം പട്ടിണിയില്ല എന്ന് പറഞ്ഞ് അവകാശപ്പെടുകയാണ് മനുഷ്യൻ്റെ പുരോഗതി. പട്ടിണിയുണ്ട്, അത് മനുഷ്യനുണ്ടാക്കിയതാണ്. ഒമാമിൻ ദാബത്തിനില്ല അലല്ലാഹി റിസ്ഖുഹാ. ഇവിടെ ഒരു ജീവിയും അതിനുള്ള ഭക്ഷ്യ വിഭവങ്ങൾ സൃഷ്ടിക്കപ്പെടാതെ ഒരു ജീവിയും ലോകത്തുണ്ടായിട്ടില്ല. നിങ്ങൾ നോക്കൂ, ദൈവികമായ ആ നിയമം. ലോകത്ത് ഒരു കുഞ്ഞ് ജനിച്ചാൽ, ഒരു ജീവൻ തുടിച്ചാൽ അതിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷണം അതോടുകൂടെ തന്നെ ലോകത്തുണ്ടാകും. ലോകത്ത് പട്ടിണി എങ്ങനെ ഉണ്ടാകുന്നു? ലോകത്ത് പട്ടിണി നിർമ്മാർജ്ജനം വലിയ ലക്ഷ്യമാക്കി മനുഷ്യൻ പ്രവർത്തിക്കുകയാണ്. പരസ്പരം അത് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നിട്ടല്ലേ എൻ്റെ മറ്റുള്ളവർക്ക് ലഭിച്ച ഭക്ഷണം പോലും നമ്മളത് സ്വന്തമാക്കി നമ്മുടേതാക്കി മാറ്റുകയും തൻ്റെ സുഹൃത്തിൻ്റെ ഭക്ഷണം തടഞ്ഞു നിർത്തുകയും ചെയ്യുകയാണ്. ഇത് എത്ര വിരുദ്ധമായ, പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. തൻ്റെ ആവശ്യത്തിനപ്പുറമുള്ള മറ്റുള്ളവൻ്റെ ഭക്ഷണം സ്വന്തമാക്കി വെക്കുകയും അവനെ പട്ടിണിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അത് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു പറയുന്നതും ഒമാമിദ്ദാബത്തിനില്ല അലല്ലാഹി റിസ്ഖുഹ. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നതോടുകൂടെ ആ കുഞ്ഞിനുള്ള ഭക്ഷണം അവിടെ ഉണ്ട്. ഒരു ജീവി, ഏത് ജീവിയാവട്ടെ, അതിവിടെ ജനിച്ച അവർക്കൊക്കെ വല്ല റേഷനുണ്ട്. ഇവിടെ ലക്ഷക്കണക്കിലുള്ള ജീവികൾ ജയിക്കുന്നവർക്ക് ഭക്ഷണം ഈ ലോകത്തുണ്ട്. അത് റേഷൻ ഷാപ്പിൽ നിന്ന് വാങ്ങുന്നൊന്നുമല്ല. ബുദ്ധിയുള്ള മനുഷ്യനാണ്
അവൻ്റെ സഹജീവിയുടെ ഭക്ഷണം പിടിച്ചു വെച്ചത്. ബുദ്ധിയുള്ള മനുഷ്യൻ സഹോദരനാണ്. അവൻ കുന്നുകൂട്ടി നിൽക്കുകയും മറ്റവനെ പട്ടിണി കിടത്തി ക്രൂരത കാണിക്കുകയും ചെയ്യുന്നത്. ഞാൻ വായിച്ചിട്ടുണ്ട്, അമേരിക്കൻ ഐക്യനാടുകളിൽ മിച്ചമായി വരുന്ന ഭക്ഷണം കടലിലൊഴുക്കി നശിപ്പിക്കുകയാണ്. അതിന് തൊട്ടടുത്ത് ഒരു ഭൗതികമായി മനുഷ്യൻ നിർമ്മിച്ച അതിർത്തിയിൽ ഇങ്ങേ പുറത്തുള്ള മനുഷ്യൻ പട്ടിണി കിടന്ന് മരിക്കുകയാണ്. ഫലസ്തീനിലെ പിഞ്ചു പൈതങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചു എന്ന് ദയനീയമായി നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. എന്താണ് കാരണം? അവിടെ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവർക്കുള്ള നല്ല ഭക്ഷണ വിഭവങ്ങൾ ഇവിടെയുണ്ട്. അതിനെ തടസ്സപ്പെടുത്തിയത് ആരാണ്? ഇവിടുത്തെ ഭരണകൂടങ്ങളാണ്, ഇവിടുത്തെ വിഭാഗീയതയാണ്, മനുഷ്യനാണ്. അല്ലാതെ എന്തിനാണ് ഈ ദൈവം ഇത്ര ആളുകളൊക്കെ സൃഷ്ടിച്ചിട്ട് അവരെ പട്ടിണിക്കിടുന്നത് എന്ന് ദൈവത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യനാണ് ഈ അതിർവരമ്പുകൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഒരു വീക്ഷണം, ഒരു കാഴ്ചപ്പാട്, എനിക്ക് ഈ അനുഗ്രഹങ്ങൾ നൽകിയത് ദൈവമാണ്. അതിൻ്റെ ഒരു വിഹിതം പട്ടിണി കിടക്കുന്നവന് കൊടുക്കണം. അത് അവൻ്റെ അവകാശമാണ്. അവൻ പട്ടിണി കിടക്കുമ്പോൾ നീ വയറ് നിറച്ച് ഭക്ഷിക്കുന്നത് ഒരു വിശ്വാസിയുടെ അടയാളമല്ല, സ്വഭാവമല്ല എന്ന് പറഞ്ഞ നീതിമാനായ അള്ളാഹുവിൻ്റെ കൽപ്പന അതനുസരിക്കാത്തതാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങളുമുള്ളത്. അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യനെ, സൃഷ്ടാവിനെ തിരഞ്ഞ് നടക്കുകയാണ് ഇപ്പോഴും മനുഷ്യൻ. എന്നിട്ട് ഒരന്തം കിട്ടാത്ത അനുമാനങ്ങളിൽ അവൻ തളച്ചിടുകയാണ് അവൻ്റെ വിശ്വാസങ്ങളെയും അവൻ്റെ കാഴ്ചപ്പാടുകളെയും. എന്നിട്ട് മതത്തെയും ദൈവത്തെയും ഈ ധർമ്മചിന്തയെയും തലമുറയായി നമുക്ക് ലഭിച്ച വിജ്ഞാനത്തെയും എല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് ആസ്വദിക്കാനുള്ളതാണ് ജീവിതം എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ശാസ്ത്രവും ഇന്നത്തെ ആധുനിക ചിന്തയും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഭക്ഷ്യവിഭവങ്ങളായി ഉള്ളത് മുഴുവൻ എല്ലാവർക്കും അതവർക്ക് ലഭിക്കണം. അത് പരസ്പരം തടുത്തു വെക്കാൻ കഴിയില്ല. നിങ്ങളറിയുമോ, ലോകത്തെ ഒരു ചലനവും അറിയാത്ത പരിഷ്കൃത രാജ്യങ്ങൾ ഇന്നുണ്ട്. പരിഷ്കൃത രാജ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന യുണൈറ്റഡ് നേഷൻസിലെ അംഗമായ ലോകത്തെ മറ്റു മനുഷ്യരുടെ കൂടെയെല്ലാം പ്രതിനിധികൾ ഇരിക്കുന്ന ചില രാജ്യങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയാമോ? തൊട്ടടുത്ത നാട്ടിൽ എന്ത് നടക്കുന്നു എന്ന് അറിയാനുള്ള അവകാശം പോലും അവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വിവരവുമില്ല, ഒരു വാർത്തയുമില്ല. എന്താണ് ലോകത്തിൻ്റെ ഗതി എന്ന് അവന് തിരിച്ചറിയാൻ കഴിയില്ല. ഇതെല്ലാം മനസ്സിലാക്കാൻ നൽകിയ പഞ്ചേന്ദ്രിയങ്ങളെ എല്ലാം ഭരണ സ്വേച്ഛാധിപത്യത്തിന് വേണ്ടി അതിന് വേലി കെട്ടി മുള്ളുവേലികൾ, വൈദ്യുതി വേലികൾ നിർമ്മിച്ചുകൊണ്ട് തടുത്തിരിക്കുകയാണ് മനുഷ്യൻ. മനുഷ്യൻ ഏത് കാലത്ത് തുടങ്ങിയതാണ്? പ്രാചീന ചൈനയിൽ അവിടെ വന്മതിൽ മഹാത്ഭുതങ്ങളിൽ എണ്ണുന്നു നാം. എന്തിനാണ്? മനുഷ്യനെ ഭിന്നിപ്പ് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ഭൗതിക പ്രതിബന്ധങ്ങളാണ്, തടസ്സങ്ങളാണ്. ഇവിടെ ഈ മതിലുകൾ ഇപ്പം നമ്മുടെ അത് എത്തി എവിടെ എത്തി നിൽക്കുന്നു എന്നറിയാമോ? നമ്മുടെ വീട്ടിൽ, നമ്മുടെ മുറ്റത്തു കൂടെ, അല്ലെങ്കിൽ നമ്മുടെ ഉടമസ്ഥതയിലുള്ള എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത്, വളരെ ചുരുങ്ങിയ സ്ഥലമാണ്, അവിടെയും കൂടി നമ്മുടെ സങ്കുചിത വീക്ഷണം പുറത്തുനിന്ന് ഒരാൾക്ക് കടക്കാൻ വയ്യാത്ത വിധം മുഴുവൻ മതിൽ കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ്. നടന്നു പോകുന്നവൻ്റെ അവകാശം ആ വഴി തടസ്സപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. അവന് കൊടുക്കുന്നില്ല. തൊട്ട അയൽവാസിക്ക് ഒരു വഴി കൊടുക്കാൻ പോലും മനുഷ്യൻ തയ്യാറാകുന്നില്ല. പുരോഗമനവാദിയാണ് പോലും, ആധുനിക ശാസ്ത്രത്തിൻ്റെ ആളുകളാണ് പോലും. ബന്ധനങ്ങൾ കൂടിക്കൂടി വരികയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുകയാണ്. പരസ്പരം ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നുള്ള നിലക്ക് ഇവിടെ ഇറക്കിയ മുഴുവൻ കാര്യങ്ങളും സംവിധാനങ്ങളും സ്വന്തമാക്കാനുള്ള മത്സരമാണ്. നിങ്ങൾ നോക്കി, ലോകത്ത് എത്ര സമ്പന്ന രാഷ്ട്രങ്ങൾ, എത്ര ഇവിടെ വലിയ നിയമങ്ങളും വ്യവസ്ഥകളുമെല്ലാം നിർമ്മിക്കുന്ന ഇവിടെ ഉള്ള മുഴുവൻ രാജ്യങ്ങളുടെയും പ്രതിനിധികളുള്ള സംഘടനകൾ
ലോക മഹാസംഘടനകൾ അതെല്ലാം പറഞ്ഞിട്ടും പിഞ്ചു പൈതങ്ങളെ അടക്കം ഇഞ്ചിഞ്ചായി ഫലസ്തീനിൽ ആ കുട്ടികളുടെ ഏറ്റവും വേദനയേറിയ നമ്മെ മനസ്സിന് കിടിലം കൊള്ളിക്കുന്ന ആ ഒരു സംഭവത്തിന് സാക്ഷികളായവരാണ് നാം ഈ കാലഘട്ടത്തിൽ. സഹിക്കാൻ കഴിയുന്നുണ്ടോ? അതിൻ്റെ ചുറ്റുഭാഗത്ത് മുഴുവൻ സമ്പന്നത, ഏറ്റവും ശക്തമായ അല്ലാഹു തആല സമ്പന്നത കൊടുത്ത പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളിൽ ജീവിതം സുഖിക്കാൻ വേണ്ടി മാത്രം മത്സരത്തിലാണ്. എല്ലാ തോന്നിയവാസങ്ങളും മനുഷ്യത്വ വിരുദ്ധമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും അംഗീകാരമാണ്. അതിൻ്റെ തൊട്ടടുത്ത അതിർത്തിയിലാണ്, മതിലിനപ്പുറമാണ് പിഞ്ചോമനകൾ ഒരു തുള്ളി വെള്ളം കിട്ടാതെ ആ ദാഹജലത്തിന് വേണ്ടി നാവ് ഉയർത്തിയ നിലക്ക് നിസ്സഹായമായി ഇഞ്ചിഞ്ചായി മരിച്ചു വീഴുന്നത്. ഇത് ഈ ആധുനിക കാലഘട്ടത്തിൽ കഴിഞ്ഞതാണല്ലോ, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ. ഇന്നും സന്ധിയെല്ലാം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടും അതിനുശേഷവും എത്ര പാപങ്ങൾ ക്രൂരമായി വധിക്കപ്പെടുകയാണ്. ഇത് നമ്മളെ ചിന്തിപ്പിക്കണം. ഇവിടെയുള്ള എല്ലാ നാശങ്ങളും ബിമാക്കസബത്ത് ഐദിന്നാസ്, മനുഷ്യൻ്റെ കരങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്, സൃഷ്ടിക്കപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ അല്ല, വേറൊരു ശക്തിയുടേതുമല്ല. ഈ ലോകത്ത് ബഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ, നാട്ടിലും കടലിലും കരയിലും വെള്ളത്തിലും എല്ലാം ഫസാദ് ഉണ്ടായിട്ടുള്ളത് മനുഷ്യൻ്റെ കരങ്ങൾ കൊണ്ട് പ്രവർത്തിച്ചിട്ടാണ്. അതിൻ്റെ കെടി നമ്മളുണ്ടാക്കിയതാണ്. ഈ ഒരു ചിന്ത, അതിലേക്ക് മനുഷ്യനെ തിരിച്ചു വിളിക്കാനുള്ള സന്ദേശം, അതിൻ്റെ സംരംഭങ്ങൾ, അതിൻ്റെ അവസരങ്ങൾ, സ്നേഹപൂർണമായ സമീപനങ്ങൾ സമൂഹത്തിൽ നിന്ന് ഒരു വിഭാഗത്തിൽ ആളുകൾ ഉണ്ടാകണം. എന്നാലേ ഇവിടെ നന്മ നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ തിന്മ ഒന്നായി ഈ സമൂഹത്തെ ഒട്ടാകെ ബാധിക്കുകയും വളരെ അപകടകരമായ അരാജകത്വത്തിലേക്ക്, നാശത്തിലേക്ക് പോവുകയും ചെയ്യും. മത രംഗത്തുള്ള ദൈവത്തിൻ്റെ പ്രാധാന്യം നിങ്ങളെ ധരിപ്പിക്കുന്നതിനാണ് ഞാൻ പറയുന്നത്. ഏറ്റവും തിരക്കേറിയ ഈ എറണാകുളം നഗരത്തിൻ്റെ തെരുവീതിയിലാണ് ഒരു നിയമവിദ്യാർത്ഥി പൂർണ്ണ നഗ്നനായി ബ്രോഡ്വേയിലൂടെ സഞ്ചരിച്ച ഒരു കഴിഞ്ഞ കാല കഥ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഒരു നിയമവിദ്യാർത്ഥി പൂർണ്ണ നഗ്നനായി വൈകുന്നേരം 4:30-5 മണിക്ക് ബ്രോഡ്വേയിലൂടെ നടക്കുന്നു. അപ്പോൾ ഓർത്തു പോവുകയാണ്, ഉലൈകൽ അൻആമി ബൽഹും അദൽ. ഖുർആൻ പറഞ്ഞു, മനുഷ്യ അധപ്പതിച്ചാൽ മൃഗത്തേക്കാൾ അധപ്പതിക്കും. മൃഗം അങ്ങനെ നടക്കില്ല. അങ്ങനെ ഒരിക്കലും മൃഗത്തിൻ്റെ പ്രകൃതിയാ തന്നെ കോപ്യമാകേണ്ടത് മറച്ചു വെക്കാൻ അതിനുള്ള പ്രകൃതി സംവിധാനമുണ്ട്. നേരെ മറിച്ച് മനുഷ്യനോടത് മറക്കണമെന്ന് പറഞ്ഞതാണ്. ഇവൻ ചെയ്യുമോ ഇല്ലേ എന്നറിയാൻ. അവനാണ് നഗ്നനായി നടക്കുന്നത്. നഗ്നത പരിഷ്കാരമായി സ്വീകരിക്കുന്ന ഒരു തലമുറ വളർന്നു വരികയാണ്. മൃഗതുല്യരായി ജീവിക്കുകയാണ്. ആ ഉലായിക്ക് കൽ അൻആമി എന്ന് പറയുന്നത് മൃഗതുല്യർ എന്ന് മാത്രമല്ല, ബല്ലും അല്ലല്ലേ, അതിനേക്കാൾ അധപ്പതിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഇടയിൽ അരുത് മോനെ അരുത് എന്ന് പറയാൻ വിദ്യാർത്ഥികളുടെ ചെറുപ്രായത്തിലുള്ള കുട്ടികളുടെ കൂടെ അവരെ ഉപദേശിക്കുന്ന ആളുകളുണ്ടാകണം. നിങ്ങളിൽ നിന്നൊരു വിഭാഗം ആളുകളുണ്ടാകണം, നന്മ കൽപ്പിക്കുന്നവരും തിന്മ തടയുന്നവരും. ഖുർആൻ പറയുന്നത് അതാണ്. അതങ്ങനെ ഉണ്ടായിക്കോളും എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ഉപദേശിച്ചു കൊണ്ടേയിരിക്കണം. ഈ കാലം ആകെ നശിച്ചിരിക്കുന്നു, അതിൽ ഖേദിക്കല്ലാതെ മറ്റെന്ത് ചെയ്യാൻ എന്ന് ചോദിക്കരുത്. അരുത് മോനെ എന്ന് പറയാൻ രക്ഷിതാക്കൾ ഉണ്ടാകണം. അരുത് മക്കളെ എന്ന് പറയാൻ ഉപദേശിക്കുന്നവരുണ്ടാകണം. അരുത് എന്ന് പറയാൻ അയൽവാസിയെ ബോധവൽക്കരണം നടത്തുന്നവനുണ്ടാകണം. ഭരിക്കുന്നവർ ഭരണീയരോട് നല്ലത് പറയണം. തിന്മയെ തടയാൻ അവർ സംവിധാനങ്ങൾ ഉണ്ടാക്കണം.
അങ്ങനെയാണ് ഉത്തമ സമൂഹത്തെ സൃഷ്ടിക്കാറുള്ളത്. ഞാനിവിടെ സൂചിപ്പിച്ചു വരുന്നത്, മുജാഹിദ് പ്രസ്ഥാനം ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാരുടെ ആഗമനത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ അവസാനത്തെ പ്രവാചകനാണ്, ഇനി പ്രവാചകന്മാരില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കൂടിയ ആളുകളോട് പറഞ്ഞു, ഫൽ യുബല്ലിഗു ഷാഹിദുൽ ഗായിബ, ഇനി ഈ ധർമ്മം നിർവഹിക്കേണ്ടത് നിങ്ങളാണ്. സഹാബത്തിനോട് പറഞ്ഞു. തൻ്റെ മുന്നിൽ ഒത്തൊരുമിച്ച തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിന് സാക്ഷിയായ ആ സമൂഹത്തിൻ്റെ മുന്നിൽ, ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം ഇനി പ്രവാചകനില്ല, അതുകൊണ്ട് നിങ്ങൾ ഒരു ധർമ്മം ചെയ്യണം, ഖിയാമത്ത് നാൾ അടുത്തിരിക്കുന്നു, അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി. ഇനി പ്രവാചകന്മാരില്ല, നിങ്ങൾ ചെയ്യേണ്ടത് ഫൽ യുബല്ലിഗു ഷാഹിദുൽ ഗായിബ, ഇവിടെ ഹാജരുള്ളവർ ഹാജരില്ലാത്തവർക്ക് ഈ സന്ദേശം എത്തിക്കണം. ലോകത്തിൻ്റെ അവസാനം അടുത്തിരിക്കുന്നു, അതുവരെ ഈ ദൗത്യം നിർവഹിക്കേണ്ടത് ലക്ഷക്കണക്കിനുള്ള പ്രവാചകന്മാർ നിർവഹിച്ച ആ ദൗത്യം നിർവഹിക്കേണ്ടത് നിങ്ങളാണ്, നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് ഓർമ്മപ്പെടുത്തിയത് ചെവിക്കൊണ്ടുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ഓരോരുത്തരും അവരെ കൊണ്ട് കഴിയുന്ന ദഅവത്ത്, നന്മയുടെ മാർഗത്തിൽ, തൗഹീദിൻ്റെ മാർഗത്തിൽ, സുന്നത്തിൻ്റെ മാർഗത്തിൽ അവരോടൊപ്പം നിന്നുകൊണ്ട് ഉപദേശം നടത്താൻ ആളുകളുണ്ടാകണം. അല്ലാതെ മുൻഗാമികളിൽ നിന്ന് പിഴച്ച വർഗങ്ങൾ അന്ധമായ അനുകരണത്തിലൂടെ നശിച്ചതുപോലെ നിങ്ങളും നശിക്കും. നേരെ മറിച്ച് ഞാൻ നിങ്ങളിൽ ഏൽപ്പിച്ചു പോകുന്ന സന്ദേശം അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ബാധ്യത നിങ്ങൾ നിർവഹിക്കണം. ആ പ്രചോദനമാണ് മുജാഹിദ് പ്രസ്ഥാനം ഏറ്റെടുത്തത്. ഒരു ഭൗതിക താല്പര്യങ്ങളുമില്ല, അങ്ങനെയുള്ള ഒരാവശ്യങ്ങളുമില്ല. നാം ഇവിടെ ജീവിക്കുന്നത് ഒന്നാമത്തെ ബാധ്യത നിർവഹിക്കേണ്ടത് അരുതെന്ന് പറയാനാണ്, അല്ലെങ്കിൽ നന്മയുടെ മാർഗത്തിൽ ഉപദേശിക്കാനാണ്, വശീകരിക്കാനാണ്. ഈ ധർമ്മം നാം ചെയ്യുന്നുണ്ടോ? അത് ഓരോരുത്തരുടെ ഭാഷയിലും അത് നിർവഹിക്കുകയും രക്ഷിതാക്കളെയും മക്കളെയും പേരമക്കളെയും എല്ലാം കുടുംബമായി കണ്ട് അവരെ ഈ അധർമ്മത്തിൽ നിന്ന്, അധപ്പതനത്തിൽ നിന്ന് ദൈവബോധത്തിലേക്കും ചിന്തയിലേക്കും അനുസരണത്തിലേക്കും അവരെ കൊണ്ടുവരാനുള്ള ഉപദേശം നിങ്ങളുടെ ജീവിതത്തിൽ അഖിലും നിങ്ങൾ നടത്തണം. ആ ബോധവൽക്കരണം ഇവിടെ നിലനിന്നാൽ മാത്രമേ ഹൈറ് ഉമ്മത്ത് ഇവിടെ ഉണ്ടാകുള്ളൂ, ഒരു ഉത്തമ സമൂഹം. അതുകൊണ്ടാണ് എന്ത് എതിർപ്പുകളും വിമർശനങ്ങളും സഹിച്ചാലും കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും ഈ നവോത്ഥാന പ്രസ്ഥാനം നിലനിൽക്കുന്നത്. തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക ഏകദൈവം. ആ ഏകദൈവത്തിൻ്റെ സൃഷ്ടികളാണ് നാം എന്ന ബോധത്തോടുകൂടെ അവനനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അവൻ പ്രവാചകന്മാരിലൂടെ നൽകിയ പവിത്രമായ ദൗത്യം ഉൾക്കൊണ്ടുകൊണ്ട് നല്ലവരായി ജീവിക്കാനും നാം ഇടക്കിടക്ക് ഉപദേശിച്ചു കൊണ്ടിരിക്കണം. ആ ഉപദേശം നിർവഹിക്കുന്ന സംഘടനകളുടെ വിരളമായ, അത് ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ആ ശൂന്യത നിർവഹിക്കുന്ന ഒരു മഹൽ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അത് വിവിധ പേരുകളിൽ ലോകത്ത് അറിയപ്പെടുന്നുണ്ട്. സലഫി പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ പല സ്ഥലങ്ങളിലും അതിൻ്റെ കൂട്ടായ്മകളുണ്ട്. അതാണ് ഇന്ന് ലോകത്തെ ഈ ധർമ്മ സമരത്തിൽ നീതിയുടെ ഭാഗത്ത്, സത്യത്തിൻ്റെ ഭാഗത്ത് ഈ സമൂഹത്തെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും ശക്തമായ ഘടകം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ ഒരു ചെറിയ ഘടകമാണ്, സജീവമായ പ്രബോധക സംഘമാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ. ആ നദുവത്തുൽ മുജാഹിദീൻ്റെ യുവജന പ്രസ്ഥാനമാണ് ISM, ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന, അല്ലാതെ ഭീകര സംഘടനയല്ല. ഭീകരത എന്താണെന്ന് അറിഞ്ഞുകൂടാ, സ്നേഹമാണ്. എന്നുപദേശിക്കുന്ന ആളുകളാണ്. സത്യം പരസ്പരം ഉപദേശിക്കുക, ആ മാർഗത്തിൽ ഏൽക്കേണ്ടി വരുന്ന ത്യാഗങ്ങളെ സഹിക്കുക. ഈ ഉന്നതമായ സ്വഭാവത്തോടു കൂടെ യുവാക്കളെ നിലനിർത്താൻ വളരെ ശക്തമായ പ്രചോദനവും പ്രേരണയും നൽകുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തെ അടുത്തറിയാൻ നിങ്ങൾ ശ്രമിക്കണം.
അതിൽ പങ്കാളികളാകണം. പരലോകത്ത് നമ്മളെ തിന്മകൾ മായ്ക്കപ്പെടണമെങ്കിൽ ഇന്നൽ ഹസനാത്ത് യുദ്ഹിബൻ സിയ്യാത്ത്, നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അതിലൊരിക്കലും നിരാശപ്പെടേണ്ട, അത് മായ്ക്കപ്പെടണം. അത് അല്ലാഹു തആല പൊറുക്കും. നന്മകൾ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. ആ നന്മയ്ക്ക് വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഈ പവിത്രമായ യുവജന മുന്നേറ്റത്തെ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കുക, അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിനോടൊപ്പം നിങ്ങൾ നിൽക്കുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.